വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവർക്കും ഒക്കെ ഏകദേശം അറിയുന്ന ഒരു ടേമാണ് ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരുപാട് ആളുകൾക്കൊന്നും ഇല്ലാത്ത വളരെ കുറച്ച് ആളുകളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഈ ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആളുകളായിട്ട് നമ്മുടെ ചാനലിലാണെങ്കിലും വന്ന് പറയുന്നുണ്ട് ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് ചേച്ചി, ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു കമന്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ആ കമന്റിൽ ഇതുപോലെ ആ കുട്ടിക്ക് ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് ഇതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം ഇതുപോലെ ലൈറ്റ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കോൺവെർസേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് നോക്ക്, ചിലപ്പോൾ പോസിറ്റീവ് ആകാനായിട്ടും ചാൻസ് ഉണ്ടെന്ന്. ആ കമന്റിൽ മാത്രമല്ല ഒരുപാട് പേരുടെ കമന്റിൽ ചെറുതായിട്ട് സ്പോട്ടിംഗ് ഉണ്ടായി എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയാറുണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം, റിസ്ക് എടുക്കേണ്ട. കാരണം ഒരുപാട് ഹോർമോണൽ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകും. ചിലപ്പോൾ പ്രൊജസ്ട്രോണിന്റെ വ്യത്യാസമൊക്കെ കൊണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് ഇതുപോലെ സ്പോട്ടിംഗ് ഉണ്ടാവാം, അത് പ്രഗ്നൻസിയുടെ ആകാമെന്നൊക്കെ ഒരുപാട് പേരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഈ കുട്ടി ഇതുപോലെ തന്നെ പ്രഗ്നൻസി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ലക്കിലി പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടോ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഒരു കമന്റ് തിരിച്ചിങ്ങോട്ട് ഇൻസ്റ്റയിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലൈഫ് സേവർ പോലെയായിരുന്നു ആ ഒരു കമന്റ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറച്ചധികം ടിപ്സും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നതിനെ പറ്റിയിട്ടും സംസാരിച്ചിട്ടോ. ഇനി ഇവിടെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ആ ഒരു ഗർഭസ്ഥ ശിശു നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്നിട്ട് അറ്റാച്ച് ആകുന്ന സമയത്താണ്. ഈ സമയത്ത് അവിടുത്തെ ഭാഗത്തുള്ള ടിഷ്യൂസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടായിരിക്കും അത് അവിടെ ഇംപ്ലാന്റ് ആകുന്നത്. അപ്പോൾ ആ ടിഷ്യൂസും അതുപോലെ കുറച്ച് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള പ്രീവിയസ് ബ്ലീഡിങ്ങിൽ എന്തെങ്കിലും ബ്ലഡ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും നമുക്ക് പോകുന്നത്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നമുക്ക് നോർമലി ഉണ്ടാവുന്നത് മാക്സിമം അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ ഒരു 2 ദിവസമായിരിക്കും. ഈ 2 ദിവസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബ്ലീഡിങ് അല്ല, ചെറുതായിട്ട് സ്പോട്ടിംഗ് ഉണ്ടാവും, അത് കഴിഞ്ഞ് നിൽക്കും, പിന്നെയും ചെറുതായിട്ട് സ്പോട്ടിംഗ് അങ്ങനെ ഉണ്ടാകും. ചിലർക്ക് 2 ദിവസം പോലും അല്ല, ഒരു ഏതാനും മണിക്കൂറുകൾ മാത്രം, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ നീണ്ടു നിൽക്കുന്ന ചെറിയൊരു സ്പോട്ടിംഗ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് ഇപ്പോൾ പല രീതിക്ക് നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് മാത്രമല്ല, നമ്മളിൽ ഉണ്ടാവുന്ന മറ്റു പല വ്യത്യാസങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടിട്ട്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് നമുക്ക് പ്രഗ്നൻസി സർവൈവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ എൻഡോമെട്രിയൽ ലൈനിങ്ങിനൊക്കെ ഒന്ന് തിക്കണാക്കിയിട്ട് വെക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ പ്രൊജസ്ട്രോണിന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് സ്പോട്ടിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ ത്രട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. മിസ്കാരേജ് ഉണ്ടാകും, വേണമെങ്കിൽ സംരക്ഷിച്ചോളൂ എന്നുള്ള രീതിക്ക് ശരീരം തരുന്ന ഒരു വാർണിംഗ് ആണ്. ചില ആളുകൾക്ക് 9 months ഫുള്ള് ചെറുതായിട്ടുള്ള സ്പോട്ടിംഗ് ഉണ്ടാകും. അതും ഇതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സെർവിക്സിന്റെ ഒക്കെ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് കൊണ്ടായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. മറ്റു ചില ആളുകൾക്ക് ചെറുതായിട്ട് സ്പോട്ടിംഗ് തുടങ്ങിയിട്ട് ചിലപ്പോൾ വരുന്നത് കെമിക്കൽ പ്രഗ്നൻസി ആകുന്നതായിരിക്കും. അതായത് പ്രഗ്നൻസി ആയിട്ടുണ്ട് പക്ഷെ അത് നഷ്ടമായി പോയി. അതാണ് കെമിക്കൽ പ്രഗ്നൻസിയിൽ നമുക്ക് സംഭവിക്കുന്നത്. അങ്ങനെയുള്ളത് മൂലം നമുക്കിങ്ങനെ സ്പോട്ടിംഗ് ഉണ്ടാകും. ചില ആളുകൾക്ക് ചെറുതായിട്ട് സ്പോട്ടിംഗ് തുടങ്ങിയിട്ട് പിന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്ങും പെയിനും ആയിരിക്കും. ചിലപ്പോൾ അത് മിസ്കാരേജോ ചിലപ്പോൾ അത് ട്യൂബൽ പ്രഗ്നൻസിയോ ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും അധികം നമ്മൾ ഒരുപാട് ചാനലിൽ പറയുന്ന കാര്യമാണ്, നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് നമ്മുടെ പീരിയഡ്സിനെയാണ്. പീരിയഡ്സിൽ എങ്ങനെയാണ് ഫ്ലോയിൽ വ്യത്യാസം വരുന്നത്, ഹെവി ആയിട്ടുള്ള ഫ്ലോയും വിത്ത് ഹെവി ക്ലോത്ത്സും നിങ്ങൾക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മിസ്കാരേജ് ആയി പോയതിന്റെ ലക്ഷണമായിരിക്കും. അതല്ലെങ്കിൽ അത് എന്തെങ്കിലും ശരീരത്തിലെ ഫൈബ്രോയിഡോ എൻഡോമെട്രിയോസിസോ പോലുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് നമ്മുടെ യൂട്രസിൽ ഉള്ളത് കൊണ്ടുകൂടി നമുക്കിങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഈ ഒരു കുട്ടി ഇത് കൃത്യമായിട്ട് ഈ ബ്ലീഡിങ് കണ്ടിട്ടും ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം ആ കുട്ടി ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഏറ്റവും ആദ്യത്തേത് നമ്മുടെ ഏറ്റവും കൂടുതൽ എല്ലാവരും ഫോളോ ചെയ്യുന്ന നമ്മുടെ ഇഞ്ചി വെള്ളമാണ്. പീരിയഡ്സിന്റെ ആദ്യത്തെ 5 ദിവസങ്ങളിൽ നമ്മൾ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് നമ്മുടെ ആ യൂട്രസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും യൂട്രസിൽ യാതൊരു തരത്തിലുള്ള ഒരു ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഒന്നും ഇരിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന വേദനയൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഇഞ്ചി വെള്ളം കുടിക്കുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ എടുത്താൽ മതി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9 മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു ഗ്ലാസ് ഇഞ്ചി വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് പയ്യെ ഒന്ന് ചതച്ചിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് നമ്മൾ കുടിക്കുകയാണ് വേണ്ടത്. ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ അതിന്റെ സത്ത് കിട്ടുന്ന രീതിക്ക് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ ഗ്രാമ്പു വെള്ളം തന്നെയാണ്. എല്ലാവരും കമന്റിൽ പറയുന്ന ഒരു കാര്യമാണ് ഇഞ്ചി വെള്ളം കുടിച്ചു, ഗ്രാമ്പു വെള്ളം കുടിച്ചു, പ്രഗ്നന്റ് ആയി എന്നുള്ളത്. ഗ്രാമ്പു വെള്ളം ഇതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെള്ളം ഉപയോഗിക്കുന്നത് പീരിയഡ്സിന്റെ ഹെവി ഫ്ലോ ഉള്ള ദിവസം മുതൽ നമ്മുടെ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം വരെയാണെങ്കിൽ ഗ്രാമ്പു വെള്ളം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ദ വെരി നെക്സ്റ്റ് ഡേ മുതലാണ്. ഇഞ്ചി വെള്ളം എപ്പോൾ നിർത്തുന്നോ അതിന്റെ പിറ്റേ ദിവസം നമുക്ക് ഗ്രാമ്പു വെള്ളം എടുക്കാവുന്നതാണ്. ഈ ഗ്രാമ്പു നമ്മളെ സഹായിക്കുന്നത് അണ്ടം വളരാൻ വേണ്ടിയിട്ടാണ്. അത് ക്വാളിറ്റിയോടുകൂടി വളർന്ന് പൊട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കുന്ന ഒന്നാണ് ഈ ഗ്രാമ്പു എന്ന് പറയുന്നത്.
ഒരു സുഗന്ധ വ്യഞ്ജനത്തിന്റെ ഏറ്റവും നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഒരു 3-4 ഗ്രാമ്പൂ എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ കഴുകി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുക. അതിനുശേഷം അത് ഓവർനൈറ്റ് നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടോ നല്ലതുപോലെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ തിളപ്പിച്ചിട്ട്, തലേ ദിവസം വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ച് വെക്കാം, ഒരു 2-3 മണിക്കൂർ മുമ്പ് ഗ്രാമ്പ് കുതിർത്താൻ വെച്ചാൽ മതി. ദെൻ ആ വെള്ളം നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ആണെങ്കിൽ അത് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ തിളപ്പിച്ച് വെറും വയറ്റിൽ ഗ്രാമ്പു വെള്ളം 14 ദിവസമെങ്കിലും നമ്മൾ കുടിക്കാനായിട്ട് നോക്കി. 14 എന്ന് പറയുന്നത് 28 ദിവസം മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരാൾക്ക് 14ാമത്തെ ദിവസം, പീരിയഡ്സിന്റെ 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും എപ്പോഴാണോ നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് വരുന്നത് ആ ദിവസം വരെ മാത്രം നിങ്ങൾ ഗ്രാമ്പു വെള്ളം വെറും വയറ്റിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. PCOD ഉള്ളവർക്കും ഇറഗുലർ മെൻസ്ട്രേഷൻ ഉള്ളവർക്കും അതുപോലെ AMHന്റെ വാല്യൂ കുറവുള്ള ആളുകൾക്കും എൻഡോമെട്രിയത്തിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷനും എന്നിങ്ങനെ വേണ്ട റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കംപ്ലീറ്റ് ആയിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഗ്രാമ്പൂ വാട്ടർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓവുലേഷൻ ഡേ വരെ മാത്രം വെറും വയറ്റിൽ കുടിക്കുക കേട്ടോ. ഓവുലേഷൻ ദിവസം കണ്ടുപിടിക്കാൻ പറ്റാത്തവർക്ക് ഇറഗുലർ പീരിയഡ്സ് ആൻഡ് ക്ലോസ് വാട്ടർ എന്ന് നമ്മുടെ യൂട്യൂബിന്റെ സെർച്ച് ബാറിൽ ദീച്ചൂസ് വേൾഡ് എന്ന് കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടും. അതിൽ ഇറഗുലർ പീരിയഡ്സ് ആകുന്നവർ എങ്ങനെ ഒരു നമ്മൾ ഗ്രാമ്പു വെള്ളം കുടിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആ രീതിയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഈ കുട്ടി പറഞ്ഞത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഫോളോ ചെയ്തതിന്റെയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ബീറ്റ്റൂട്ട്, വാട്ടർ മെലൺ, ജിഞ്ചർ ഒക്കെ ഉപയോഗിച്ചിട്ടൊരു ഫെർട്ടിലിറ്റി ഡ്രിങ്കിനെ പറ്റിയിട്ട്. ഇതൊരു 10 തവണ മാത്രം എടുത്തു എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും നമ്മൾ നല്ലതുപോലെ പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഞാൻ കണ്ടുപിടിച്ചതിൽ ആ ഒരു റിസർച്ച് റിപ്പോർട്ട് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഡ്രിങ്ക് കണ്ടുപിടിച്ചത് കേട്ടോ. അതിൽ ഓൾമോസ്റ്റ് IVF ചെയ്യാനായിട്ടും ഇക്സിയുടെ ട്രീറ്റ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ടിരുന്നവരാണ് ഈ ഒരു ഡ്രിങ്ക്സ് ഡോക്ടേഴ്സ് പരീക്ഷിച്ച് നോക്കിയത്. അങ്ങനെ ആ ഒരു IVF ചെയ്യാൻ നിന്നവർക്കെല്ലാം ഫെർട്ടിലൈസേഷൻ നടക്കാൻ സഹായിച്ച ഒന്നായിരുന്നു ഈ ഒരു ബീറ്റ്റൂട്ട്, വാട്ടർമെലൺ, ജിഞ്ചറിന്റെ ഒരു ഡ്രിങ്ക് കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ പീരിയഡ്സിന്റെ ആ സമയം മുതൽക്ക് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ 2 ദിവസം ഇടവിട്ടൊക്കെ ഈ ഒരു ഡ്രിങ്ക് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതും ഏകദേശം പരീക്ഷിച്ചത് ആ ഒരു എംബ്രിയോ ട്രാൻസ്ഫറിന്റെ ഡേറ്റ് മുതൽ ഇംപ്ലാന്റേഷൻ അവർ ടെക്സ്റ്റ് ചെയ്യുന്ന സമയം വരെയായിരുന്നു ഈ ഒരു ഡ്രിങ്ക് പരീക്ഷിച്ചത് കേട്ടോ. ഇതിൽ നമ്മൾ 3 ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്: ബീറ്റ്റൂട്ട്, വാട്ടർമെലൺ, ജിഞ്ചർ. ബീറ്റ്റൂട്ടിൽ നൈട്രിക് ഓക്സൈഡ് ഉള്ളത് കൊണ്ട് ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു ബ്ലഡ് സെൽസിന്റെ ഒക്കെ എക്സ്പാൻഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഓവറീസിലോട്ടൊക്കെ കൃത്യമായിട്ട് ആ ബ്ലഡ് സർക്കുലേഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ഉള്ള അണ്ടം പ്രൊഡ്യൂസ് ആകും. അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് നല്ലതുപോലെ ബ്ലഡ് സർക്കുലേഷൻ എത്തിക്കഴിഞ്ഞാൽ എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ബിൽഡ് ചെയ്ത് വരും. അതുപോലെ തന്നെ നമ്മുടെ സെർവിക്സിന്റെ ഭാഗത്തോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള സെർവിക്കൽ മ്യൂക്കസ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ആകും. ഒപ്പം നമ്മുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കുഞ്ഞിലോട്ട് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ബീറ്റ്റൂട്ട് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഫൈബറും ഫോളേറ്റും പൊട്ടാഷ്യവും വിറ്റമിൻ സിയും മാംഗനീസും അയേണും വിറ്റമിൻ B9 ഒക്കെ ഇതിനകത്തുണ്ട്. അത് നമ്മുടെ യൂട്രസിലോട്ടും കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഒരു പകുതി കഷ്ണം ബീറ്റ്റൂട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒപ്പം നിങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് വാട്ടർമെലൺ ആണ്, നമ്മുടെ തണ്ണിമത്തൻ. തണ്ണിമത്തന്റെ ഒരു ചെറിയൊരു സ്ലൈസും നിങ്ങൾ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മാത്രം കുടിക്കാനാവുമ്പോഴേക്കും എല്ലാം ചെറുതായിട്ട് നമ്മൾ എടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കണ്ടന്റ് ആണ് ഈ വാട്ടർമെലൺ. വാട്ടർമെലണിലും ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ ബീറ്റാ കരോട്ടിൻ ഉണ്ട്, ലൂട്ടിൻ ഉണ്ട്. ഇതെല്ലാത്തിനോടൊപ്പം തന്നെ ഫോളേറ്റ്, ഫ്ലവനോയിഡ്സ് ഇതെല്ലാം തന്നെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ബീറ്റ്റൂട്ടിനൊപ്പം ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡും ഒക്കെ നമ്മുടെ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മൾ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ, നമ്മൾ എന്തൊക്കെ തലവുത്തിന്നിട്ട് കാര്യമില്ല, കുഞ്ഞിലോട്ട് രക്തോട്ടം കൂട്ടിലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുക. 3ാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഇഞ്ചി എന്ന് പറയുന്നത്. ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ വാർമിംഗ് എഫക്റ്റ് ഉണ്ട്, ഭയങ്കര എനർജറ്റിക് ആണ്. അതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഫെർട്ടിലിറ്റിയുടെ ഈ ഒരു ഡ്രിങ്കിനോടൊപ്പം ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ജിഞ്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു പകുതി ബീറ്റ്റൂട്ട്, പകുതി സ്ലൈസ് വാട്ടർമെലൺ, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് അരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു സ്പൂണിൽ കോരിയെടുത്തിട്ട് നമ്മൾ കഴിക്കുന്ന രീതിക്കോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ വലിച്ചു കുടിക്കുന്ന രീതിക്കോ നമ്മൾ എടുക്കുക. ജ്യൂസിന്റെ പരുവത്തിലാക്കി എടുക്കണ്ട, ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് മാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ. ഓവുലേഷൻ വരെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക. അതുപോലെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത്
ഒന്നിടവിട്ട ദിവസങ്ങളിലാണെങ്കിലും 2 ദിവസം കൂടുമ്പോഴാണെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ആ കുട്ടി ഫോളോ ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ടിപ്സ്. എനിക്ക് തോന്നുന്നു ഈ കുട്ടിയുടെ ഒരു സക്സസ് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം ചെറിയൊരു ഡിസ്ചാർജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഈ ഒരു കുട്ടിയുടെ സക്സസ് സ്റ്റോറിയിലൂടെ പാസ് ചെയ്യാനായിട്ട് നോക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബ്ലീഡിങ് കുറവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഈ മാസം ബ്ലീഡിങ് പ്രീവിയസ് മന്തിനെ അപേക്ഷിച്ച് ഭയങ്കര കുറവായിട്ടാണ് കാണുന്നത്, പക്ഷേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അടുത്ത മാസവും നിങ്ങൾക്ക് അതുപോലെ തന്നെയാണ് ബ്ലീഡിങ് വരുന്നതെന്ന് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണണം. ബ്ലഡ് കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.